ഇത് ചൊവ്വന്നൂരുള്ള പള്ളിയാണ് കേട്ടോ. സെന്റ് തോമസ് കാത്തോലിക്ക പള്ളി ചൊവ്വന്നൂര്. ഇവിടെ അടുത്ത് തന്നെയാണ് മറ്റേ കൊടക്കല്ല് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. നമുക്ക് അവിടേക്കാണ് പോകുന്നത്. ഒരു ഹിസ്റ്റോറിക് പ്ലേസ് ആണ്, പോയി നോക്കാം. Chavicada, Wadak and Cherry Road, Coonham, Wadak and Cherry Road. Take left. Left എടുത്തു. വണ്ടി വരുന്നുണ്ടോ? വണ്ടി വരുന്നുണ്ട്. Continue on Chavicada, Wadak and Cherry Road for 4 kilometers. ഇത് വടക്കാഞ്ചേരി റോഡാണ് കേട്ടോ. കുന്നംകുളം വടക്കാഞ്ചേരി റോഡ്. ടിപ്പറിന്റെ ഇടയിൽ വിട്ടെങ്കിൽ പണി പാടി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു എന്താ പറയുക, തൃശ്ശൂർ ജില്ലയിലെ കൊടക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇത് പറഞ്ഞൊരു ശ്മശാനം എന്നൊക്കെ പറയും. പണ്ടത്തെ ഒരു ശ്മശാനമാണ്. അതായത് BC 1000 ആ നൂറ്റാണ്ട് മുതൽ 300 നൂറ്റാണ്ട് വരെയാണ്, AD 300 വരെയാണ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ശിലായുഗം എന്നൊക്കെ പറയില്ലേ, മഹാശിലായുഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശേഷിപ്പാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊന്നും നമുക്കൊന്ന് കാണാം. പണ്ട് കാലത്തെ ആൾക്കാരെ മറ ചെയ്തിരുന്നത് എന്താ പറയുക, ശവശരീരങ്ങൾ മറ ചെയ്തിരുന്ന സ്ഥലമാണ്. അപ്പോൾ അന്നത്തെ കാലത്തുള്ള കേട്ടോ 1000 BC, അതായത് 2000 BC 1000 BC എന്ന് പറയുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ് 1000 ആണ് ഇതിനെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും കാലഘട്ട മുന്നത്തേണിത് ശിലായുഗം. അപ്പം അന്ന് ആൾക്കാരെ, മരിച്ച ആൾക്കാരനൊക്കെ ഇതിൻ്റെ അടിയിലാണ് അടക്കം ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശേഷിപ്പാണ് തൃശ്ശൂർ ജില്ലയിലാണുള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ എൻ്റെ ലിങ്കിൽ ഇടാം കേട്ടോ. നല്ല സ്ഥലമാണ്, ഹിസ്റ്റോറിക് പ്ലേസാണ്, കാണാനൊക്കെ പറ്റുന്ന. ഉണ്ടോ അതിൻ്റെ ഒരു കൊടക്കല്ല് എന്ന് പറയാം. കൊടക്കിലാണ് ആൾക്കാരെ കുഴിച്ചിട്ടിരുന്ന് തോന്നുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത് കേട്ടത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അധികം അറിയില്ല, എന്നാലും ഇതാണ് അതിൻ്റെ ശേഷിപ്പുകളാണ്. 10-69 ശിലകളുണ്ട് ഇതിൽ. കുറച്ച് വലിയ വലിയ പാറകളൊക്കെ ഉണ്ട് കേട്ടോ. ആണ് കൊടക്കല്ല്. കണ്ടോ, കുടത്തിൻ്റെ രൂപത്തിലാണിത്. മരിച്ച ആൾക്കാരനൊക്കെ കുഴിച്ചിട്ടിരുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ഈജിപ്തിലെ മമ്മി അതേപോലത്തെ സ്ഥലമാണ് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ അവിടെ വന്നപ്പോഴാണ് പറഞ്ഞു കേട്ടിട്ടൊക്കെ. നടന്നു പോകാൻ പറ്റുമോ പാടുമെന്ന് അറിയില്ല.
കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. വലിയൊരു ഗ്രൗണ്ട് തന്നെ കേട്ടോ. നല്ല വലിപ്പമുണ്ട്. അത് മറിഞ്ഞു വീണിട്ട് ഒരു സൈഡിലേക്ക് മറിഞ്ഞു വീണിട്ടാ. നല്ല രീതിയിൽ പണ്ടത്തെ കാലത്ത് കൊത്തി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള. അതുകൊണ്ടൊന്നും ലിപിയിലൊന്നും എഴുതിയിട്ടൊന്നുമില്ല തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ശേഷിപ്പുകൾ. ഒരു 4 കല്ല് കൂട്ടി വെച്ചിട്ട് അതിന് മുകളിലൊരു വലിയൊരു അമ്പർല ടൈപ്പിലൊരു ശില വെച്ചിട്ടുള്ളതാണ്. ഒരെണ്ണം മറിഞ്ഞു വീണിട്ടിരിക്കുന്നു. നമുക്ക് മാസ്ക് ഇട്ട് നടക്കാം. മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യും. ഇവിടെ ഉണ്ട് കേട്ടോ. നല്ലൊരു ഹിസ്റ്റോറിക് പ്ലേസാണ്. അത് BC ആ നൂറ്റാണ്ടിലൊക്കെ ഉള്ള സമയത്ത് ഇത്രയും എന്താ പറയുക, അന്നത്തെ കാലത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഒരു ശേഷിപ്പുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത് ഒന്ന് പൊട്ടിയിട്ടൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇത് കുറേ എന്താ പറയുക സ്മരണകൾ ഉറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. കൊടക്കല്ല്. കുറേ ശിലകളുണ്ട്. ഒരു 5 ടൈപ്പ് ശിലകളുണ്ടെന്ന് പറഞ്ഞു. ആ ശിലകൾക്ക് പല പേരിലുണ്ട്. കൊടക്കല്ല്, പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഓരോ കല്ലുകളില്ലേ, അതിൽക്ക് പ്രത്യേകതകളുണ്ടെന്ന് പറയുന്നത്. പിന്നെ ആ കുട പോലത്തെ ഇരിക്കുന്നുണ്ടല്ലേ, അത് രാജാക്കന്മാർ, അതായത് പണ്ടത്തെ മൂപ്പന്മാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ഉള്ള ആ ടൈപ്പുള്ള. പിന്നെ അത് പറഞ്ഞു വെച്ചാൽ മരിക്കണേറ്റ് മുന്നേ തന്നെ ഇവരെന്നെ കുഴിച്ചിടുന്നൊരു ഇതുണ്ടായിരുന്നു അത്ര. അപ്പോൾ പണ്ടത്തെ കാലത്ത് അങ്ങനെ മരണമൊന്നും അധികം ഉണ്ടാവാറില്ല. ഇപ്പോഴല്ലേ ആൾക്കാർക്കൊക്കെ 10-60 വയസ്സാകുമ്പോഴേക്കും മരിക്കുകയൊക്കെ ചെയ്യുക. പണ്ട് കാലത്ത് അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല അത്ര. BC സമയത്തൊക്കെ, BC നൂറ്റാണ്ടിൽ
അധികം ആൾക്കാർക്ക് മരണം കുറവായിരുന്നു. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ കുറേ ഇവിടുന്ന് കൊണ്ടുപോയി സ്കെൽറ്റൻ കൊണ്ടുപോയിട്ട് തൃശ്ശൂർ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതായത് അവിടെ ഉണ്ടാവും പിന്നെ മ്യൂസിയത്തിൽ തന്നെ സ്കെൽറ്റനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വാലുള്ള മനുഷ്യനൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഏജിലുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ 7 അടി പൊക്കം അങ്ങനെയൊക്കെ ആയിരുന്നു ഇത്ര. എന്തായാലും ഈ സ്ഥലം സന്ദർശിക്കാൻ പറ്റിയതിൽ ഞാൻ സന്തോഷവാനാണ്. എനിക്ക് ഇത്ര കാലമായിട്ട് കാണാൻ പറ്റാത്ത സ്ഥലമാണ്. ഞാൻ കണ്ടിട്ടില്ല, പഠിക്കുന്നു വന്നിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി കേട്ടോ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റ്സ് എന്തെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞുതരാം. അതിൽ ഇവിടേക്ക് വരേണ്ട വഴിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ വഴിയുണ്ട് മൊത്തം മാവുകളൊക്കെ ആയിട്ട് 2 സൈഡിലും റോഡിൻ്റെ.